Hi dears, welcome back to Arcanics. 2025 കീം എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് എക്സ് റിക്വയർഡ് ടു പ്രിപ്പയർ 250 ml 0.5 മോളാർ aqueous സൊല്യൂഷൻ? ഏതോ ഒരു സബ്സ്റ്റൻസിന്റെ 250 ml 0.5 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആ സബ്സ്റ്റൻസ് എത്ര ഗ്രാം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കാര്യമുണ്ട്, ഒരു സൊല്യൂഷന്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ അതിലുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണല്ലോ. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ആണ് സൊല്യൂട്ട്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. അങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് റിക്വയർഡ് ടു പ്രിപ്പയർ ദാറ്റ് സൊല്യൂഷൻ ഇസ് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ ആണ്. എത്ര മൊളാരിറ്റി തന്നത്? 0.5 മൊളാർ. അപ്പൊ 0.5 ആണ് മൊളാരിറ്റിയുടെ വാല്യൂ. വോളിയം 250 ml ആണ്. 250 ml ആണ് എത്ര ലിറ്ററാ? മില്ലി ലിറ്റർ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 250/1000 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 1/4 0.25 ലിറ്റർ. 1/4 ലിറ്റർ ആണ്. ഇത്രയും മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ആവശ്യമാണ്. നമ്മളോട് ചോദ്യം എത്ര മോള് വേണമെന്നല്ല, എത്ര ഗ്രാം വേണം എന്നാണ്. ഒരു മോളിന്റെ മാസാണ് മൊളാർ മാസ്. അപ്പൊ ഇത്രയും മോളിന്റെ മാസ് മൊളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് മാസ് കിട്ടുക. സോ വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് എക്സ് റിക്വയർഡ് ഇസ് ഈക്വൽ ടു എത്ര? നമ്മുടെ മോള് 0.5 × 1/4 ഇൻറ്റു മൊളാർ മാസ്. അതായത് മോളിനെ മാസാക്കി മാറ്റാൻ ഇൻറ്റു മൊളാർ മാസ് ആണ് ചെയ്യേണ്ടത്. വേറെ ഒന്നില്ലേ. അപ്പൊ മാസിനെ എങ്ങനെ മോളാക്കി മാറ്റാം? ഒരു ഗിവൺ മാസിനെ മോളാക്കാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ ചെയ്യാം. തിരിച്ച് മോളിനെ മാസാക്കാൻ പറഞ്ഞാൽ ഇൻറ്റു മോളാർ മാസ് ആണ് ചെയ്യേണ്ടത്. മോളാർ മാസ് 40 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോ 40/4 എന്ന് പറഞ്ഞാൽ 10 ആണ്. 0.5 × 10 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ദ ആൻസർ ഇസ് 5 ഗ്രാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയ്ൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 11 gram of carbon dioxide after combustion? 11 gram കാർബൺ ഡയോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മോൾ മീഥെയ്ൻ ആവശ്യമുണ്ട്? അപ്പൊ ഈ ഹൈഡ്രോ കാർബണിന്റെ കമ്പഷൻ റിയാക്ഷൻ എഴുതാൻ നിങ്ങൾ എല്ലാവരും പഠിക്കണം. അതിനാകെ പഠിച്ചാൽ മതി. CxHy plus X plus Y/4O2. CxHy plus X plus Y/4O2 gives XCO2 plus Y/2H2O. ഇതാണ് കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ഉണ്ടാവുക. ഇതാണ് അതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ നമുക്ക് മീഥെയ്ന്റെ കമ്പഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ ഈ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്താൽ മതി. മീഥെയ്ന്റെ കമ്പഷൻ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 4 ആണ്. അപ്പൊ എത്ര O2 വേണം? X plus Y/4. സോ 1 plus 4/4. 4/4 1, 1 plus 1 2. So C2O2 gives X number of CO2. അപ്പോൾ ഒരു CO2. Y/2H2O. Y 4 ആണ്, അതിന്റെ പകുതി 2. സോ 2H2O. ഇതാണ് കമ്പഷൻ റിയാക്ഷൻ. ബാലൻസ്ഡ് ഇക്വേഷൻ പറയുന്നു 1 മോൾ മീഥെയ്ൻ ബേൺ ചെയ്താൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ശരിയാ? 1 മോൾ മീഥെയ്ൻ ബേൺ ചെയ്താൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. മക്കളെ ഈ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ മൊളാർ മാസ് 44 ഗ്രാംസ് ആണ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് 12 + 32 44 ഗ്രാം ആണ്. നമ്മളോട് ചോദ്യം 11 ഗ്രാം കിട്ടാൻ എത്രയെന്നാ? 44നെ 11 ആക്കാൻ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 11 ഗ്രാം കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇവിടെയും ഡിവൈഡഡ് ബൈ 4. 1/4 മോൾ മതി. 1/4 മോൾ മതി. 1/4 മോൾ എന്ന് പറഞ്ഞാൽ 0.25 മോൾ മീഥെയ്ൻ ആണ് ആവശ്യമുള്ളത്. സോ ഹൗ മെനി മോൾസ് ഓഫ് മീഥെയ്ൻ ആർ റിക്വയർഡ് എന്ന് വെച്ചാൽ 0.25 മോൾസ് ഓഫ് മീഥെയ്ൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 11 gram carbon dioxide. A 150 watt bulb emits monochromatic light of wavelength 662 nanometer. How many number of photons emitted per second by the bulb? മക്കളെ, പവർ ഓഫ് എ ലൈറ്റ് സോഴ്സ്, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിന്റെ പവർ കാണാനുള്ള ഫോർമുല N/h nu എന്നാണ്. N/h nu. h nu എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോണിന്റെ എനർജിയാണ്.
N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ ദ ബൾബ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡില് ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എണ്ണത്തെയാണ് N എന്ന് പറയുന്നത്. എന്താ പവർ ഓഫ് എ ലൈറ്റ് സോഴ്സ് പറഞ്ഞാൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലൈറ്റ് സോഴ്സ് ഇൻ 1 സെക്കൻഡ്. അപ്പൊ ഒരു സെക്കൻഡില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എണ്ണമാണ് N. ആൻഡ് ഫോട്ടോണിന്റെ എനർജിയാണ് h ന്യൂ. ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. അത് വേവ് ലെങ്ത്തിന്റെ ടേംസിലേക്ക് മാറ്റിയാൽ n into hc by lambda. അതിൽ n-ന്റെ പേര് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. ഇതാണ് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. പവർ തന്നിട്ടുണ്ട് 150 വാട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു n into h വാല്യൂ അവർ തന്നെ തന്നിട്ടുണ്ട് 6.62 into 10 raised to minus 34. c യുടെ വാല്യൂ ഇതാ 3 into 10 raised to 8 divided by ലാംഡയുടെ വാല്യൂ 662 നാനോമീറ്റർ. 662 നാനോമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 662 into 10 raised to minus 9 മീറ്റർ അല്ലെ. നാനോമീറ്റർ മീറ്റർ ആക്കാൻ 10 raised to minus 9, അപ്പൊ 10 raised to minus 9 മീറ്റർ. ഓർ ഇറ്റ് ഈസ് 6.62. 662-നെ 6.62 into 100 എഴുതാം. ഒന്നുമില്ല. 662-നെ 6.62 into 100 എഴുതാലോ. അപ്പൊ നമുക്ക് 6.62 6.62 കട്ട് ചെയ്യാം. 100 into 10 raised to minus 9 എന്ന് പറഞ്ഞാൽ അത് 10 raised to minus 7 ആയി പോയി. 10 raised to minus 34 10 raised to minus 7 കട്ട് ചെയ്താൽ 10 raised to minus 27. And now what is 10 raised to minus 27 into 10 raised to 8? 10 raised to minus 27 into 10 raised to 8 is a raised to m into a raised to n. M plus n, a raised to m plus n. Minus 27 8 കൂട്ടിയാൽ minus 19. അപ്പൊ 10 raised to minus 19 ആണ്. സോ അങ്ങനെയാണെങ്കിൽ n is equal to എത്ര വരും? n is equal to 150 divided by 3 into 10 raised to minus 19. എത്ര? 115 by 15 by 3 50. 5. 15 by 3 5. So 50 into 10 raised minus 19. 10 raised minus 19 മുകളിലേക്ക് വന്നാൽ 10 raised to 19 ആയി. So n-ന്റെ വാല്യൂ 50 into 10 raised to minus 19. അതൊന്നുകൂടെ മാറ്റി എഴുതിയാൽ it is 5 into 10 raised to 20. So 5 into 10 raised to 20 packets are emitted in 1 second. 5 into 10 raised to 20 photons are emitted in 1 second. 1 second. Okay. So the answer is option D. Ready? Orbital described by the quantum number n equal to 4 and l equal to 2. n equal to 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. fourth shell ആണ്. l equal to 2 എന്ന് പറഞ്ഞാൽ അതിനകത്തെ പഠിക്കേണ്ടുള്ളൂ മക്കളെ. l equal to 0 s നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. l equal to 1 p നെ, l equal to 2 d റെപ്രസെന്റ് ചെയ്യുന്നു. l equal to 3 f നെ റെപ്രസെന്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഇവിടെ l equal to 2 ആണ്, l equal to 2d ആണ് സൂചിപ്പിക്കുന്നത്. സോ 4d സബ് ഷെല്ലിനെയാണ് n equal to 4 l equal to 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 4d ഓർബിറ്റലിനെയാണ് അല്ലെങ്കിൽ സബ് ലെവലിനെയാണ്. റെഡിയാണല്ലോ? ഓക്കെ, യെസ്. താങ്ക് യു all.